ഡോക്ടർ അബ്ദുൾ സലാം, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ കേരളം പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ചിലതെങ്കിലും പരിഗണിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ഓരോ മനുഷ്യരും അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ തികഞ്ഞ നിരാശയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. വലിയ രീതിയിൽ ആ അമർഷം പുകയുകയാണ്. എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാം തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നതാണ് കണ്ടത്. മറുപടി പറയാനെത്തിയ BJP സംസ്ഥാന അധ്യക്ഷന് പോലും ഒന്നും പറയാനില്ലാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബഡ്ജറ്റിനെ ആകെ നോക്കിയിട്ട് ഒരു ഓവറോൾ പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് എക്സെപ്റ്റ് ഓൺ ഓർ ടു ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ് എവിടെയുള്ളത്? എക്സെപ്റ്റ് ഞാൻ പറയാം റെയർ എർത്ത് കോറിഡോഴ്സ് അല്ലെങ്കിൽ റെയിൽ കോറിഡോഴ്സ്, അല്ലാതെ എവിടെയാണ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെ 12.2 lakh crore വെച്ചിട്ട് അത് എനി സ്റ്റേറ്റ് ക്യാൻ ഗെറ്റ് ഇറ്റ്. എന്താ വേണ്ടത്? സേ ഫോർ എക്സാമ്പിൾ ഹൈ സ്പീഡ് റെയിൽ 1,00,000 കോടി, 5 കൊല്ലം, 1 കൊല്ലം 20,000 കോടി. ഇത് 10,000 കോടി 50-50 ആണെങ്കിൽ 10,000 കോടി തന്നാൽ പോരെ? ആ ഒരു ആരോപണം സ്റ്റേറ്റ് സ്പെസിഫിക്കായിട്ട് ഞങ്ങൾ ചോദിച്ചൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. ഒന്ന് എയിംസിനെ പറ്റി പറയുന്നത്. എയിംസ് 2017 തന്നെ ഇയർ മാർക്ക് ചെയ്തതാണ്. പല പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യവും അമിത്ഷാജി പറഞ്ഞു യു വിൽ ഗെറ്റ് എയിംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കിൽ യൂണിവേഴ്സിറ്റി യു വിൽ ഗെറ്റ് ഇറ്റ്, വെയിറ്റ് അറ്റ് ദ റൈറ്റ് ടൈം ഇറ്റ് വിൽ ബി അനൗൺസ്ഡ്. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദോസ് തിങ്സ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിർമ്മലാജി പറഞ്ഞതുപോലെ 2-3 വാചകങ്ങൾ: സ്റ്റെബിലിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, സസ്റ്റൈനബിലിറ്റി. നമ്മൾ 11 ഇക്കണോമി കിടന്നത് നേരെ 4 വന്ന് 12 കൊല്ലം കൊണ്ട് 3 ജമ്പ് ചെയ്യാൻ പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്? നമ്മളിപ്പോൾ പറയണത്, കംപ്ലൈൻറ്റ് പറയണത് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതിൽ കിട്ടുന്നില്ല. വി ഹാവ് ലോട്ട് ഓഫ് മണി, വി വിൽ ഷെയർ. യു ഡിമാൻഡ്, നിങ്ങളുടെ സ്പെസിഫിക് ഡിമാൻഡ് കൊടുക്കൂ. നിങ്ങൾ കണ്ണു അടച്ച് അത് വേണം ഇത് വേണം എന്നല്ല പറയേണ്ടത്. എനിക്ക് വിഴിഞ്ഞം പോർട്ടിന് ഇത്ര വേണം. സ്പെസിഫിക് ആയിട്ട് വയബിൾ ആയിട്ടുള്ള പ്രപ്പോസൽ കൊടുക്കൂ, കിട്ടും. സ്പീഡ് കിട്ടും. അബ്ദുൽ സലാം, താങ്കൾ പ്രാഥമികമായി പറയുന്നത് കൊണ്ടാണ്. നോക്കൂ, 29 ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മല സീതാരാമനെ കണ്ട് ധനമന്ത്രിയും കൂട്ടരും കാര്യങ്ങൾ, കേരളത്തിന്റെ ഏറ്റവും അടിയന്തരമായി പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവതരിപ്പിച്ചതാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഏത് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത്. ഇതൊരു പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് അല്ല. അതിൻ്റെ ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല എന്നത് നമുക്കറിയാം. പക്ഷേ നോക്കൂ, ഇത് നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബജറ്റാണല്ലോ. ഇതിനു മുൻപ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ബജറ്റിൽ എന്തായിരുന്നു സാഹചര്യം? എത്ര തവണയാണ് ബീഹാറിൻ്റെ പേര് നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് പറഞ്ഞത്? ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മധ്യവർഗത്തെ എങ്ങനെയാണ് കരുതിയത്? ആ രീതിയിലെങ്കിലും ഒരു പരിഗണന കിട്ടുമെന്ന് കേരളം ആശിച്ചതിൽ എന്താണ് തെറ്റ്? ആ സമയത്തെങ്കിലും കേരളത്തിൻ്റെ ആശയിൽ ഒരു തെറ്റുമില്ല. ആവശ്യം 29 എല്ലാ സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു ജനറൽ ഒബ്സർവേഷൻ കണ്ടത്, ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് അലോട്ട്മെൻറ്റ് വേണ്ട, പർപ്പസ് സ്പെസിഫിക്, ടോട്ടൽ ഡെവലപ്മെൻറ്റ്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, ഓൾ ദ സ്റ്റേറ്റ്സ് എവിടെയൊക്കെയാണ് ഈ ജനറൽ കോറിഡോഴ്സൊക്കെ ആയാലും കൊള്ളാം. പിന്നെ 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്, city promotion programs, this rural rare earth projects, waterway development, skill education development, Yuva Shakti program focusing women and youth. ഇത് ഇന്ത്യയിലെ എല്ലാ യുവാക്കൾക്കും വിമനും വേണ്ടിയുള്ളതാണ്. MSME പ്രൊമോഷൻ പ്രോഗ്രാംസ്, ഈസ് ഓഫ് ഗവേണൻസ് പ്രോഗ്രാം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് അതിൽ 2 ക്രോപ്പ് നമുക്ക് വന്നതുകൊണ്ട് കാഷ്യൂ വന്നു. പിന്നെ കാഷ്യൂ, കോക്കനട്ട് ആൻഡ് സ്പൈസസ് അത് വന്നു. IT സെക്ടർ ഡെവലപ്മെൻറ്റ്, സെമി കണ്ടക്ടർ മിഷൻ, ടൂറിസം മിഷൻ, സിറ്റി എക്കണോമിക് റീജിയണൽ ഡെവലപ്മെൻറ്റ്, യുവശക്തി ഡെവലപ്മെൻറ്റ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. 1 മണിക്കൂർ 23 മിനിറ്റ് നിർമ്മല സീതാരാമൻ പറഞ്ഞതിന്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എയിംസ് എവിടെ വരണമെന്ന് പറഞ്ഞ് തർക്കമാണ്. എയിംസ് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും ഇങ്ങ് കൊണ്ടുപോകുമെന്ന് ഭീഷണിയാണ്.
ഏറ്റവും അവസാനം എനിക്കിപ്പോൾ ഈ ചർച്ചയിലൂടെ പറയാൻ പറ്റാത്ത ഭാഷയിൽ വരെ വരും എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി നമുക്കിവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നാളെ അതിവേഗ റെയിലിൻ്റെ ഓഫീസ് എന്തു വന്നാലും ഇനാഗുറേറ്റ് ചെയ്യും എന്ന് പറയുന്നു ഈ ശ്രീധരൻ. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? ബജറ്റിൽ പോലും ഒരു വരിയില്ല. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. കേരളത്തിന് മാത്രമല്ല, ഇതുപോലെ ആശങ്ക എല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രോബ്ലം സ്പെസിഫിക് പ്രോജക്ട്സ് കൊടുത്തിട്ട് അതിന് നമ്മൾ ബാർഗൈൻ ചെയ്ത് വാങ്ങുകയാണ് വേണ്ടതെല്ലാം. കേരളം ഇത്ര നാൾ എന്താണ് ചെയ്തത്? വന്ദേ ഭാരത് ഇവിടെ വന്നു. ഇത്ര നാൾ കേരളം എന്താണ് ചെയ്തത്? BJPക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലക്ഷ്യം? വികസിത ഭാരതം എന്നതാണല്ലോ മുദ്രാവാക്യം BJPയുടെ. ആ വികസിത ഭാരതം പറയുന്ന കേരളത്തിന് ഒന്നും വാങ്ങേണ്ടതില്ല, കിട്ടേണ്ടതില്ല. ഇതാണോ BJPയുടെ നിലപാട്? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കിക്കോളൂ, BJPയുടെ വികസിത ഭാരതം ആ കോൺസെപ്റ്റിൽ BJP തുടങ്ങിയാൽ ദർ വിൽ ബി ഡെഫിനിറ്റ് ഫണ്ട് ഫ്ലോ ഫ്രം ഡൽഹി ടു ദിസ് പ്ലേസ്, നോ ഡൗട്ട്. ഫണ്ടിനൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. BJP വന്നു കഴിഞ്ഞാൽ BJP പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് സാങ്ഷൻ വാങ്ങി ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങൾ കഴിഞ്ഞ BJP വന്ന ഒരു കോർപ്പറേഷൻ കേരളത്തിലുണ്ടല്ലോ. BJP വന്ന ഒരു കോർപ്പറേഷൻ, പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് ട്വീറ്റ് ചെയ്ത ഒരു കോർപ്പറേഷൻ വിജയമുണ്ടല്ലോ. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നതായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. പ്രധാനമന്ത്രി വന്നു, ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് മടങ്ങി. എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാട്ടാനുണ്ടോ ഈ ബജറ്റിൽ? You wait and see what Trivandrum is going to get. Trivandrumത്തിന് already instructions are given to the mayor and the team. Develop projects. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് പറയണം, why don't you submit a project for wire free Trivandrum? ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം പറയുക നോക്കാം. അതുപോലെ പ്രോബ്ലം വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓരോന്നിനും നമ്മൾ പ്രോജക്റ്റ് ഉണ്ടായി കൊടുത്തല്ലേ ഫണ്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ നിങ്ങൾ 1000 കോടി 10,000 കോടി എന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? പ്രോബ്ലം സ്പെസിഫിക് പ്രോജക്റ്റ് സ്പെസിഫിക് പ്രപ്പോസൽ കൊടുത്ത് വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്യും, അത് സ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ് സിസ്റ്റം. നമ്മുടെ ഗവൺമെൻറ് എന്നതാ എത്രയോ കോടി രൂപയാണ് വാങ്ങിയിട്ട് വകമാറി ചിലവഴിച്ചും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെയും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെയും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെയും ആകെ 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ ആകെ തുക എന്താ? ബാങ്ക്രപ്സി, റെക്കോർഡില്ല, പ്രോപ്പർ റെക്കോർഡില്ല, പ്രോപ്പർ ഓഡിറ്റ് ഇല്ല, ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ്, മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്ന് ഫണ്ട് വരണമെങ്കിൽ there are definite procedures. ശരി, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രീ എ സമ്പത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.